بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وعن عائشة رضي الله عنها قالت: ما كان رسول الله صلى الله عليه وسلم يزيد في رمضان ولا في غيره على 11 ركعة. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. യുസല്ലി അർബഅൻ ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. റസൂൽ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും. നീ അതിന്റെ ഭംഗിയും അതിന്റെ ദൈർഘ്യവും ചോദിക്കേണ്ട ആവശ്യമില്ല, അത്രയുമാണ്, വർണ്ണിക്കാൻ കഴിയില്ല. സുമ്മ യുസല്ലി അർബഅൻ, പിന്നെ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ഭംഗിയെയും ദൈർഘ്യത്തെ സംബന്ധിച്ചും നീ ചോദിക്കണ്ട. സുമ്മ യുസല്ലി സലാസൻ, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 റക്അത്ത് നിസ്കരിക്കും. ഫഖുൽതു യാ റസൂലല്ലാഹ് അതനാമു ഖബ്ല അൻ തൂതിറ. അത് റസൂൽ സല്ലല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആ സമയത്ത് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ വിത്ർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാണോ? ഫഖാല യാ ആയിഷതു ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി. എൻ്റെ 2 കണ്ണുകളാണ് ഉറങ്ങുന്നത്, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ആ ഒരു സന്ദർഭം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസിൽ പറയുന്നത്. ആദ്യം 4 റക്അത്ത്, അത് 2 സലാമാണ്. 2 റക്അത്ത് നിസ്കരിക്കും, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും, പിന്നെ ആ 4 ചെറിയൊരു വിശ്രമം, പിന്നെ ആദ്യം 2, പിന്നെ 2, ആ 4 പൂർത്തിയായിട്ട് വിശ്രമം, പിന്നെ 3 റക്അത്ത് വിത്ർ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. وعن حذيفة رضي الله عنه قال: صليت مع النبي صلى الله عليه وسلم ذات ليلة. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഞാൻ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ നിന്നു. ഫഫ്തതഹൽ ബഖറ, ഫാത്തിഹയ്ക്ക് ശേഷം റസൂല് സൂറത്തുൽ ബഖറ ആരംഭിച്ചു. ഫഖുൽതു യർകഉ ഇൻദൽ മിഅ, ഞാനിങ്ങനെ മനസ്സിൽ പറയാണ്, 100 ആയത്തിന്റെ അടുക്കൽ റസൂൽ റുക്കൂ ചെയ്യും. സുമ്മ മദ, പക്ഷെ 100 കഴിഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ വിചാരിച്ചു, യുസല്ലി ബിഹാ ഫി റകഅത്തിൻ, സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതും ഒരു റക്അത്തിൽ. ഫമദ, പക്ഷെ ബഖറയും കഴിഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ വിചാരിച്ചു, യർകഉ ബിഹാ സുമ്മ ഇഫ്തതഹ അൻ-നിസാ, ഇപ്പം ബഖറ തീർത്തിട്ട് റസൂൽ റുക്കൂ ചെയ്യുന്ന വിചാരിച്ചു, പക്ഷെ റസൂൽ സൂറത്തുൻ നിസാ ആരംഭിച്ചു. ഫഖറഅഹാ സുമ്മ ഇഫ്തതഹ ആല ഇംറാൻ, സൂറത്തുൻ നിസാവും പൂർത്തീകരിച്ച് സൂറത്ത് ആല ഇംറാൻ തുടങ്ങി. ഫഖറഅഹാ യഖറഉ മുതറസ്സിലൻ, ആല ഇംറാനും പൂർത്തിയാക്കി. 3 സൂറത്താണ് ഒറ്റ റക്അത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. സഹാബിവരാണ്, ഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ, ആ ഓത്തിനിടയിൽ തസ്ബീഹിന്റെ, അള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആയാത്തുകൾ വന്നാൽ റസൂൽ തസ്ബീഹ് പറയും. വഇദാ മർറ ബിസുആലിൻ സഅല, ഇനി എന്തെങ്കിലും ദുആ ആണ് ആ ഓത്തിനിടെ ആയത്തുകൾക്കിടയിൽ വന്നാൽ റസൂല് അവിടുന്ന് ആ കാര്യം ചോദിക്കുമെന്ന്. അപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ദുആ ചെയ്യും ഖിറാഅത്തിന്റെ ഇടയിൽ തന്നെ. വഇദാ മർറ ബിതഅവൂദിൻ തഅവദ, നരകത്തെ സംബന്ധിച്ചും ശൈത്താന്റെ ശർറിൽ നിന്നുള്ള കാവലിനെ തേടുന്നതിനെ സംബന്ധിച്ചുള്ള ആയത്തുകളെ വന്നതെങ്കിൽ റസൂൽ അതിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടും. സുമ്മ റകഅ ഫജഅല യഖൂൽ, പിന്നെ റസൂൽ റുകൂ ചെയ്തു, എന്നിട്ട് പറയും, സുബ്ഹാന റബ്ബിയൽ അദീം ഫകാന റുകൂഉഹു നഹ്വൻ മിൻ ഖിയാമിഹി. റസൂല് സൂറത്തുൽ ബഖറ, സൂറത്തുൻ നിസാ, സൂറത്ത് ആലി ഇംറാൻ, ഈ 3 സൂറത്തും ഓർന്ന രീതിയിൽ ദൈർഘ്യത്തിലാണ് നിന്നത് ഖിയാമില്. അതേ ദൈർഘ്യമാണ് റസൂലിന്റെ റുകൂഇനും. സുമ്മ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ
ഇഅ്തിദാലിലേക്ക് വരും, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട്. ثم قام طويلا قريبا مما ركع, എന്നിട്ടും ദീർഘമായിട്ട് നിൽക്കും. ഏതുവരെ? ഏകദേശം റുക്കൂഇന്റെ ആ ദൈർഘ്യത്തോടെത്തുന്ന രീതിയിൽ, അത്ര ആവൂല, അതിനോട് അടുത്ത രീതിയിൽ റസൂൽ നിൽക്കും. ثم سجد, പിന്നെ സുജൂദ് ചെയ്യും. فقال سبحان ربي الأعلى فكان سجوده قريبا من قيامه. ആ ഇഅ്തിദാലിന്റെ ഏകദേശം അതിനോട് അടുത്തെത്തുന്ന രീതിയിലുള്ള ദൈർഘ്യമാണ് റസൂലിന്റെ സുജൂദ്. അതാണ് സുന്നത്തായ രീതി. ഖിയാം ഏറ്റവും ദീർഘം, അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കൂ, പിന്നെ റുക്കുവിനേക്കാൾ കുറച്ച് താഴെ ഇഅ്തിദാല്, അതിനേക്കാൾ കുറച്ച് താഴെ സുജൂദ്, അതിനേക്കാൾ കുറച്ച് താഴെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തം. അതാണ് സുന്നത്തായ രീതി എന്നുള്ളത്. അടുത്തൊരു ഹദീസ്, وعن جابر رضي الله عنه قال سئل رسول الله صلى الله عليه وسلم أي الصلاة أفضل. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏത് നിസ്കാരമാണ് ഏറ്റവും അഫ്ളലായ നിസ്കാരം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂലുൽ ഖുനൂതി, ദീർഘമായി നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏറ്റവും അഫ്ളൽ. ഇപ്പൊ നിസ്കാരത്തിൽ ഖിയാമില് ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ നിസ്കാരത്തിന്റെ ക്വാളിറ്റി കൂടും, അതിന്റെ അഫ്ളലിയത്ത്, അതിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കും, അതിന്റെ ദറജ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ വർദ്ധിക്കും. ഇതാണ് റസൂലിന്റെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് സഹാബാക്കൾ വിവരിച്ച രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ദീർഘമായി നിസ്കരിക്കാനും ആ നിസ്കരിച്ചൊക്കെ നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി അല്ലാഹു സ്വീകരിക്കാനും തൗഫീഖ് നൽകാൻ കഴിയട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.